നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഇത്രയേറെ ദ്രോഹങ്ങൾ ചെയ്ത ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് ചെയ്തതിൻ്റെ ഫലം, അതായത് ആ ഒരു കർമ്മഫലം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഒരു അവസ്ഥ? ഇതൊക്കെ നിങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ ഒരു റീഡിംഗ് ആണ് ഇന്നിത് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. പിന്നെ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് ബ്ലോക്കേജ് എന്നറിഞ്ഞതിന് ശേഷം ആ ബ്ലോക്കേജിന് വേണ്ടുന്ന പരിഹാരങ്ങളും നിങ്ങൾക്ക് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ഓം നമ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. 7 ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, ദ ടവർ കാർഡ്, ദ എംപറർ. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫല്ല ജീവിക്കുന്നത് എന്നാണ്. അവർ ശരിക്കും ഇപ്പോൾ ജീവിക്കുന്നത് ഒരു അൺറിയൽ വേൾഡിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു വേൾഡിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളൊരു സത്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്കിപ്പോൾ ഒരു കാര്യം അറിയാം, അവരെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നും അത്ര നല്ല കാര്യങ്ങളല്ല നടക്കുന്നത്. അവർ നല്ലതാണ് എന്ന് കരുതി തിരഞ്ഞെടുത്തിട്ടുള്ള പല കാര്യങ്ങളും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് അവർക്കൊരു തോന്നലുണ്ട്. പക്ഷേ അത്രയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടും അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ തോന്നലാണ്. അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഉള്ളൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടല്ല ഇവിടെ കാണുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മാനസികമായിട്ട് തകർന്നെന്ന് പറയാൻ പറ്റില്ല. മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു എന്താ പറയുക, ഒരു മെൻ്റൽ പേഷ്യൻറ്റിൻ്റെ പോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ആരൊക്കെയോ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നാശം സൃഷ്ടിക്കുന്ന ആരൊക്കെയോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ നാശം സൃഷ്ടിക്കുന്നവരെയൊക്കെ നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെത്രത്തോളം ഈ ഒരു വ്യക്തികളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിക്ക് ഫിസിക്കലി പ്രശ്നം വരുന്നു. അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നു, മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നു, സാമ്പത്തിക നഷ്ടം വരുന്നു. ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചത്, അവരാൽ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നാശം സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ വെയിറ്റിംഗ് സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് മറ്റൊരു തേർഡ് പേഴ്സണിനെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യത്തിനാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചതിൽ വിപരീതമായിട്ട് എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും ശരിക്കും തകർന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും അത് നെഗറ്റീവായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു നെഗറ്റീവ് കാര്യം കാരണം
ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ത് കാര്യമായിരിക്കും എന്നുള്ളത്. കാരണം അത് നിങ്ങൾക്കറിയാവുന്ന ഒരു നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തരുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ വ്യക്തി സന്തോഷമായിട്ട് എന്തോ ഒരു കാര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു, ആ ഒരു കാര്യം നിങ്ങൾക്ക് വിഷമം തരുന്നു. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യത്തിലാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിക്ക് എതിരായിട്ട് സംഭവിക്കുകയും നിങ്ങൾക്കത് മാനസികമായിട്ടൊരു സന്തോഷം തരുന്ന കാര്യമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരിക്കും, ഭയങ്കര ഒരു നഷ്ടം തന്നെ ആയിരിക്കും. ആ ഒരു പെയിനിൽ നിന്നും നിങ്ങളുടെ വ്യക്തി റിക്കവർ ആവാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും, അല്ലെങ്കിൽ റിക്കവർ ആയില്ലെന്നും വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇത്രയും നാളും ആർക്ക് വേണ്ടിയിട്ടാണോ പണം ഇൻവെസ്റ്റ് ചെയ്തത്, ടൈം ഇൻവെസ്റ്റ് ചെയ്തത്, എഫേർട്ട് ഇട്ടത്, അതെല്ലാം വെറും ഒരു യൂസ്ലെസ് ആയിട്ട് മാറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഇമോഷൻസിൻ്റെ പേരിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോജിക്കായിട്ട് ആർക്ക് തിങ്ക് ചെയ്താലും മനസ്സിലാവും നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്യപ്പെടുകയാണ്, അത്ര നല്ല കാര്യങ്ങളല്ല ചുറ്റിനും നടക്കുന്നത് എന്ന്. പക്ഷേ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാതെ നിങ്ങളുടെ വ്യക്തി ഇമോഷൻസ് വെച്ചിട്ട് തിങ്ക് ചെയ്തിട്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അടുത്ത് ചെയ്തതിൻ്റെ കർമ്മഫലമായിട്ട് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിന് യൂണിവേഴ്സ് പറയുന്ന ഉത്തരം നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു വാശി തീർക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എന്തോ നേടിയെടുത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി ഈ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു വാശിയാവട്ടെ, അഹങ്കാരമാവട്ടെ അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരെന്തൊക്കെയോ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്തു കൂട്ടുകയാണ്. അതായത് അവരുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു വലിയ ആഘോഷം വരുന്നു, അവർക്ക് ഇത്രയും നാളും അവരെന്തിനൊക്കെയാണോ എഫേർട്ട് ഇട്ടത് അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നു, അവരുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അവരുടെ ലൈഫിൽ സന്തോഷമല്ല വരാൻ പോകുന്നത്, അവരുടെ ലൈഫിൽ ഒരു നാശമാണ് വരാൻ പോകുന്നത്, ഒരു സമാധാനക്കേടാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണോ ചെയ്തത്, നിങ്ങളുടെ വ്യക്തി കാരണം നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ അനുഭവിച്ചത് അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയോട് യൂണിവേഴ്സ് മറുപടി കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന അവസ്ഥ എന്തെന്നാൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ വ്യക്തിക്ക് ഭയം കൂടും, ആൻസൈറ്റി ലെവൽ കൂടും. അതായത് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജ്, ഒരു മാനസികമായിട്ട് ഇപ്പോൾ അവർ ഒരു അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അവരൊരു അൺറിയൽ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ മാനസിക വിഷമങ്ങളും ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. നിങ്ങളുടെ വ്യക്തിയും മറ്റ് ആൾക്കാരും തമ്മിൽ ഒരു വലിയൊരു കലഹം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മരുന്നിൻ്റെ സഹായമില്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് പ്രശ്നത്തിലായി, നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ ശരിക്കും ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡിസ്റ്റൻസിലാണ്, അകൽച്ചയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ട്, മണി ബ്ലോക്കേജ് ഉണ്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായിട്ട് നൽകുന്നത് ബ്രേസ്ലെറ്റ്സ് ആണ്. തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, മണി കാരിയർ ബ്രേസ്ലെറ്റ്സ്,
ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്സ്, ഇതെല്ലാം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടും. ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയിട്ടും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.